ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞായറാഴ്ച ഇവിടെ നോമ്പ് തുറയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായി വീഡിയോ വാച്ച് ചെയ്യുക. നോമ്പ് തുറ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡറോ കാര്യങ്ങളൊന്നും സ്വീകരിച്ചിട്ടുണ്ടായിട്ടില്ല. ഞായറാഴ്ചത്തത് ഒഴിവാക്കിയിട്ടുണ്ടായിന്, എല്ലാതും ക്യാൻസൽ ചെയ്തിട്ട് പിറ്റേന്ന് തിങ്കളാഴ്ച മുതൽ എടുക്കാമെന്നുള്ള നിലയ്ക്ക് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ളത് ബുക്ക്ഡ് ആയിട്ടുണ്ട്. പിന്നെ അപ്പം അവരെങ്ങനെയും വിടുന്നില്ല. ഒന്നെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം തരാൻ പറഞ്ഞു അവർക്ക്, പിന്നെ ഇല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ. അപ്പം അങ്ങനെ ഒഴിവാക്കാൻ വിടാത്തതുകൊണ്ട് രാവിലെ തന്നെ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ശനിയാഴ്ച രാത്രി തന്നെ 3 ഐറ്റംസ് ഫ്രോസൺ ചെയ്യേണ്ടത് രാത്രിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ഇറാനിപ്പോളയും ക്യാരറ്റൂംസും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ 8 മണിക്ക് എഴുന്നേറ്റ് വന്നിട്ട് വേഗം ഇറാനിപ്പോളയും ക്യാരറ്റൂംസും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യാരറ്റൂംസ് അവിടെ വേവാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് റെഡിയാക്കാൻ വെച്ചിട്ട് വേഗം ഇറാനിപ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ചില ആൾക്കാർ അങ്ങനെയാണ്, എത്ര നമ്മൾ ആവൂല എന്ന് പറഞ്ഞാലും നമ്മളോട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷേങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പം എടുക്കാൻ കഴിയാണ്ട് ഒരുപാട് ഓർഡറുകൾ ഇപ്രാവശ്യം ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ട് പുഞ്ചക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടു കൊടുക്കാനുണ്ട്. ആ സ്ഥലം നമുക്ക് അറിയില്ല, ആദ്യമായിട്ട് പോകുന്നതാണ്. അവർ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അവർക്ക് ഡെലിവറി ചെയ്യാനും ഉള്ളതാണ്. അപ്പോൾ ഡെലിവറിയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് വേണം നമുക്ക് നോമ്പ് തുറൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. സാധനങ്ങളൊക്കെ കടയിലുണ്ട് അത്ര, അത് വാങ്ങി വന്നിട്ട് വേണം നമ്മളെ പണി തുടങ്ങാൻ വേണ്ടി. അപ്പോൾ വേഗം ഞാൻ ഇറാനി പോളക്കിലെ മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വേഗം വാഷിൽ ഒരുപാട് അലക്കാനൊക്കെ ഉണ്ടായിന്. അപ്പം അത് വേഗം വാഷിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ മസാല റെഡിയാകുന്ന സമയം കൊണ്ട് നമ്മളെ ക്യാരറ്റൂംസ് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കിയിട്ട് ഇതിൽ തന്നെ ഇറാനിപ്പോളയും കൂടി ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ഇറച്ചി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചരി കഴുകിയിട്ട് നല്ലോണം കുത്തനൊക്കെ ഉണ്ടായിന് പച്ചരിയിൽ. അപ്പം അതൊക്കെ മാറാൻ വേണ്ടി 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് അത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അത് കടമ്പാക്കാൻ വേണ്ടിയിട്ടാണ്, ഇറച്ചി കടമ്പ്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ബാറ്ററൊക്കെ തയ്യാറാക്കിയിട്ട് വേഗം അതും പാനിൽ ഒഴിച്ച് അതിലേക്ക് മസാലയൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതും അവിടെ മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് ഇനി നമ്മുടെ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടതൊക്കെ ഒന്ന് അയലിൽ ആർത്തിയിടണം. അപ്പോൾ ഞാൻ വേഗം ടെറസിൽ പോയിട്ട് അതൊക്കെ ഒന്ന് വല്ലാത്തൊരു തിരക്കുള്ള ദിവസമാണ്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ അലക്കാനും ഇടാണ്ട് രക്ഷയില്ല, ഒരുപാടായിട്ടുണ്ടായിന്. അങ്ങനെ അതൊക്കെ വേഗം ഇട്ട് വരുമ്പോഴേക്ക് നമ്മളെ ഇറാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടുത്തതും കൂടി വേഗം ഒഴിച്ച് എന്നിട്ട് അപ്പൊക്കെ എൻ്റെ മോന് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാലിക് ദീനാറിലേക്ക് പോകണം. അവന് ട്രെയിന് 11:15 പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പയ്യന്നൂരേക്കാണ് നമ്മൾ പോകുന്നത്, അപ്പോൾ നമ്മളെ വണ്ടിയിൽ അവിടെ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം അതൊക്കെ എടുത്ത് വെച്ച് 10:50 പിറക്കുന്ന കീമൻ തന്നെ അതിന്. അങ്ങനെ വേഗം നമ്മൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നും നോക്കിയിട്ടാ ജെറ്റ് പറക്കും പോലെ പറഞ്ഞിട്ടാണ് നമ്മൾ പയ്യന്നൂർ സ്റ്റേഷനിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ വേഗം അവനെ ഇറക്കിയിട്ടുണ്ട്. 11:15 നമ്മൾ എത്തിന്. 11:30 ആയിന് ട്രെയിൻ വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ എന്തായാലും ടിക്കറ്റ് എടുക്കേണ്ട വരെ ടൈം ഉണ്ടാവില്ല. അങ്ങനെ അവനെ അവിടെ ഇറക്കിയിട്ട് അവനങ്ങോട്ട് പോയി. വേഗം നമ്മൾ അതിൽ തന്നെ പുഞ്ചക്കാടേക്ക് പോയി. പുഞ്ചക്കാട് സ്കൂളിൻ്റെ അടുത്താണ് അവരുടെ വീട്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പുഞ്ചക്കാടിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വന്നതാണ്. ഒരുപാട് സന്തോഷം അവിടെ എത്തിയതിൽ. കാരണം എന്ന് വെച്ചാൽ അത്രക്കും അവർ നമ്മളെ കാണാൻ ആഗ്രഹിച്ച് നിന്ന പോലെയാണ് ഞാൻ അവിടെ എത്തിയപ്പം. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ചോദിച്ചത് ആല്യ വന്നിട്ടേന്നാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്താ വെച്ചാൽ അപ്പോൾ അനിയത്തി പറഞ്ഞ് ആല്യ തന്നെ അത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോൾ നീ ആബിതാകുമെന്ന്. കാരണം നമ്മൾ അത്രയും അറിയുമ്പോഴത്തെ ഒരു സംസാരം. ഒരുപാട് അവർ ക്ഷണിച്ച് അവിടത്തേക്ക് കയറാൻ വേണ്ടി നോമ്പ് മുറിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു. നമ്മളെ സബ്സ്ക്രൈബർ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവർക്കും ഒരുപാട് സന്തോഷമായി. നമ്മൾ ആവൂല എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലേ, അപ്പം അവരും ഒരുപാട് ഹാപ്പിയായി. അത്രക്കും ഹാപ്പി ആയത് അവരുടെ മുഖത്തും അവരുടെ സംസാരത്തിലും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇനിയും വരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ യാത്ര അയച്ചത്. പൈസയേക്കാൾ മൂല്യം ആ വാക്കിനൊക്കെ ആയിരുന്നു. പിന്നെ ചില ആൾക്കാർ അങ്ങനെയാണ്, നമ്മളെ കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലെങ്കിലും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാകും. അതുപോലെയാണ് എനിക്ക് അവരെ തോന്നിയത്. കാരണം അവരെ എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നുണ്ടെന്ന് അവരെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കാരണം അങ്ങനെയായിരുന്നു അവരെ സംസാരമൊക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് അവരിഷ്ടപ്പെട്ട്. പിന്നെ ഇതാകുമ്പം തൃക്കരിപ്പൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരം ബിസ്മില്ലയിൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം അവിടുന്ന് ഗ്ലാസും പാത്രമൊക്കെ വാങ്ങിയിട്ട് വേഗം സാധനമൊക്കെ സ്പീഡിലൊന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് നേരെ നമ്മളെ മറ്റേ പീടിയിലേക്ക് പോകണം. അങ്ങനെ മറ്റേ കടയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 2 കടയിലും നമ്മൾ ഒരു
എന്ത് സാധനം വാങ്ങാൻ വന്നാലും ഈ 2 കടയിലും വരാണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. എന്നാലേ നമുക്ക് സാധനം കറക്റ്റ് കിട്ടുള്ളൂ. വേറെ ഏത് പീടിക മാറിയാലും ഒരു റാഹത്താവില്ല. ചില ആൾക്കാർക്ക് അങ്ങനെയില്ലേ, അതുപോലെ തന്നെയാണ് നമുക്കും അങ്ങനെ വേഗം അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പുതിയൊരു കോഴിപ്പീടിക തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് കോഴി വാങ്ങാമെന്ന് വിചാരിച്ച് വരുമ്പോൾ അവിടെ കോഴിയൊക്കെ തീർന്നിട്ടുണ്ട്, അരമണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പണിയെടുക്കാൻ തുടങ്ങി. തേങ്ങയൊക്കെ ഗ്രൈൻഡറിലിട്ടൊന്ന് ചിരവി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേഗം ഇതാ നമ്മൾ നേരത്തെ പുതിർത്തി വെച്ച പച്ചരിയിലെ അതൊക്കെ ഒന്ന് അരച്ചിട്ട് നമ്മളെ ഇറച്ചിക്കടമ്പിനുള്ള പണി തുടങ്ങിയത് അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ തേങ്ങയൊക്കെ ഇനി ബാക്കി കറിക്കൊക്കെ കൂട്ടേണ്ടത് അവിടെയുണ്ട്. പിന്നെ ഇതാ ഞാൻ വേഗം ബീഫ് ഒന്ന് മുറിച്ചെടുത്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അത് വേഗം ഒന്ന് മുറിച്ച് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ആ വൃത്തിയാക്കിയതൊക്കെ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് കുക്കറിലൊന്ന് ഒരു 4-5 വിസിലടിയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയാണ് ഞാൻ ഇതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത്. പിന്നെ ഞാനും അനിയത്തിയും കൂടിയിട്ട് രണ്ടാളും അതൊന്ന് ഇറച്ചിക്കടമ്പുണ്ടാക്കി. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അല്ലേ ഇതിന് പറയൽ. നമ്മളെ നാട്ടിൽ ഇറച്ചിക്കടമ്പ്, നമ്മളെ നാട്ടിൽ തന്നെ കുറേ ഓരോരോ പേര് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പറയൽ ഇറച്ചിക്കടമ്പ് എന്നാണ്. അങ്ങനെ ഇതാ അടുപ്പൊക്കെ ബിസിയായി. 3 അടുപ്പും, ഒരടുപ്പത്ത് കുക്കറിൽ ഇറച്ചി വേവിക്കുന്നുണ്ട്, മറ്റേ അടുപ്പത്ത് നമ്മളെ കടമ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഒരടുപ്പത്ത് തേങ്ങ വറുത്തെടുക്കുന്നത്. അങ്ങനെ തേങ്ങ വറുത്തതൊക്കെ മിക്സിയിലിട്ട് നമ്മുടെ കടമ്പ് അവിടെ വെച്ച് പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ കറിയൊക്കെ കാച്ചാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഫ്രോസൺ ഐറ്റംസ് എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്ന് വെച്ചിട്ട് ഇവൻ വന്നിട്ടുണ്ട്. ഇതെൻ്റെ കൂടെ പഠിച്ച എൻ്റെ ക്ലാസ്മേറ്റാണ്, പിന്നെ മൂത്താപ്പാൻ്റെ മോനും കൂടിയാണ്. അപ്പം പ്രൊമോഷൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ഓരോന്ന് പറയുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ വൈറലാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇതാക്കുന്നത്. ആളൊരു പാവമാണ്. കാരണം ഓനെ പോലത്തെ ഒരു സഹായം ഉണ്ടാവില്ല. ഏത് നട്ടപ്പാതിരാക്ക് വിളിച്ചാലും ഒരു വിളിക്കപ്പുറം ഓടിയെത്തും. ആർക്ക് എന്തെന്നൊന്നുമില്ല. ഹോസ്പിറ്റൽ കേസായാലും എവിടെ വേണമെങ്കിലും അധികം എയർപോർട്ടിലും ഓൻ തന്നെയായിരിക്കും പോകുന്നത്. അങ്ങനെ അത് ഓൻ കൊണ്ടുപോയിട്ടുണ്ട് സാധനങ്ങളൊക്കെ. പിന്നെ ഇതാ ഞാൻ ബീഫ് മസാല റെഡിയാക്കുന്നുണ്ട്. ഇത്താത്ത വന്നിട്ടുണ്ട്. അപ്പോൾക്ക് ഓള് നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. മന്തിയും ഇറച്ചിക്കടമ്പും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നോമ്പ് കാലമല്ല, അപ്പോൾ എല്ലാതൊന്നും തിന്നാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ മന്തീൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പോയിട്ട് ഒന്ന് കണ്ടു നോക്കുക, ഉണ്ടാക്കി നോക്കാം. ഇപ്പോഴത്തെ നോമ്പ് തുറക്കൊന്നും മുമ്പേത്തെ ഭംഗിയൊന്നുമില്ല. കാരണം അന്ന് ഫുഡോ കാര്യങ്ങളെല്ലാം കുറവല്ലേ. ഇപ്പം എല്ലാം എപ്പോഴും കിട്ടുന്നതുകൊണ്ട് ഒന്നും വേണ്ടായിരിക്കും. പിന്നെ ഇതാ ഞാൻ തെരികാച്ചുന്നുണ്ട്. എൻ്റെ സ്റ്റൈൽ തെരികാച്ചിലൊന്ന് നോക്കിയാലോ. ആദ്യം ഇതാ ഇളം പാലിൽ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ അതിലേക്ക് കുറച്ച് തരി കഴുകിയിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് സേമിയയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വന്ന് കുറുകുമ്പോൾ അതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കായും പൊടിച്ചത് ഇട്ട് കൊടുത്ത് പിന്നെ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മളെ 1-ാം പാല് മാറ്റി വെച്ചതുണ്ടായിന് ആ പാലും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ ഓഫാക്കി വെച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് പശു നെയ്യിലൊന്ന് കാച്ചിയിട്ട് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തെരി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേ രീതിയിലാണ് ഉണ്ടാക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം, അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ മജ്ലിസിനോറിനൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുടിക്കാത്ത ആളും കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല അഭിപ്രായമാണ് ഉണ്ടായത്. പിന്നെ ഇതാ ഞാൻ കസ്റ്റാർഡാണ് വെള്ളമാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതാ ഒരു 4 പാക്കറ്റ് പാല് നമ്മളെ കുടുക്കയിലൊഴിച്ചിട്ട് അതിലൊന്ന് തിളച്ച് വരുമ്പോൾ കൈവിടാണ്ട് പാലിളക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പിന്നെ അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മളെ കസ്റ്റാർഡ് കലക്കിയത് കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള. പിന്നെ അതൊക്കെ നല്ല പോലെ ഒന്ന് കുറുക്കി കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. കൈ വിട്ടാൽ അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഇതാ നല്ല കുറുകി വരുന്നത് ഒരുപാട് കുറുകാനൊന്നും പാടില്ല. ഇതാ നല്ല പോലെ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അതിൽ കുറച്ച് സാബൂനരിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പാൽ വെച്ചപ്പോൾ തന്നെ. അങ്ങനെ അത് റെഡിയായിട്ട് അവിടെ തണിയാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പെരക്കി വെച്ച ചിക്കൻ അതും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ ഇതാ വെള്ളത്തിലേക്ക് ഇടേണ്ട ആപ്പിളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ തൊലി കളഞ്ഞിട്ടാണ് കട്ട് ചെയ്യൽ. ഇപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാ റീലിലൊക്കെ കാണലുണ്ട് തൊലിയൊന്നും കളയാണ്ട്. അങ്ങനെ ഞാനും തൊലി കളയാണ്ട് മുറിക്കാമെന്ന് വിചാരിച്ച് ഞാനും അങ്ങനെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ കസ്റ്റാർഡൊക്കെ തണ്ണി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആപ്പിളും മുറിച്ച കഷ്ണത്തിലേക്ക് അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ കസ്കസ് കൂടി കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി അതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മിൻറ്റ് ലൈമും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ പുതിന ഇലയൊക്കെ അതിൻ്റെ
തണ്ടൊക്കെ മാറ്റിയിട്ട് ഇല മാത്രം എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയൊക്കെ മിക്സിയിൽ അടിച്ചിട്ട് അതൊഴിച്ചു കൊടുത്ത് പിന്നെ കസ്കസ് കുതിരാൻ വെച്ചത് അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നമ്മളെ പുതിന ഇല മാത്രം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറുനാരങ്ങ മിക്സിയിൽ അടിച്ചിട്ട് ആ കൈപ്പളകുന്നതുകൊണ്ട് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് അരിച്ചിട്ടാണ് അതിലേക്ക് ഒഴിച്ചത്. അങ്ങനെ അതും അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ബാങ്ക് കൊടുക്കാൻ ഇനി അത്ര അരമണിക്കൂർ ബാക്കിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്, ഒരുവിധ ആൾക്കാരൊക്കെ. അതൊന്നും എടുക്കാൻ പോകാൻ എനിക്ക് ടൈമില്ല, കാരണം ഞാൻ അടുക്കളയിൽ നിന്ന് മാറിയിട്ടില്ല. എന്ത് പണിയുണ്ടെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ആവേശമാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അത് ഇപ്പോഴൊന്നല്ല, ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണ്. ഞാൻ പുരക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ സ്കൂളിൽ ലീവാക്കിയിട്ട് വരെ ഞാൻ ഇങ്ങനത്തെ കാര്യത്തിനെല്ലാം മുന്നിട്ട് വെക്കും. പിന്നെ ഇതാ ഓരോരാളും ഓരോ ഐറ്റംസ് സ്നാക്സൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ഈ സ്നാക്സ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ അമ്മായിമാർ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ വെള്ളത്തിലൊക്കെ ഐസൊക്കെ ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ബാങ്ക് കൊടുക്കാൻ ഇനി അത്രേ ടൈമിലും. പിന്നെ എല്ലാവരും ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നെ വീഡിയോ എടുക്കുന്നവർ വീഡിയോ എടുത്ത് അങ്ങനെയുള്ള റെഡിയാക്കിയിട്ട് എല്ലാവരും ബാങ്കിനെ കാത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക രസമല്ല, ഇങ്ങനെ എല്ലാവരും കൂടി ഒന്ന് നോമ്പ് കുറിക്കാൻ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എപ്പോഴും നമ്മൾ നോമ്പ് കുറി ഉണ്ടാക്കില്ല. ഉമ്മ ഉള്ള സമയത്തൊക്കെ പിന്നെ വെലിങ്ങനെ നോമ്പുറിയൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ നാട്ടിലെ മുഴുവൻ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ കുടുംബക്കാരെയും എല്ലാവരെയും വിളിച്ചിട്ട് വെലിങ്ങനെ കഴിക്കും. ഇപ്പം ഉമ്മ പോയും പിന്നെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, കൊറോണയായി. അങ്ങനെ ഓരോ കാരണം കൊണ്ട് ഞാൻ വീടെടുത്തിരുന്നേയും പിന്നെ ഞാൻ ഇതുവരെ നോമ്പ് തുറ കഴിച്ചിട്ടൊന്നുമില്ല. പണി ഇങ്ങനെ അപ്പത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പല്ല എല്ലാവരും മുറിച്ച്. പിന്നെ ഇതാ ഞാൻ നേരത്തെ കറിയിൽ ഇറച്ചിക്കടമ്പ് ആക്കാൻ വേണ്ടിയിട്ടില്ല, കറിയും രണ്ടും സെപ്പറേറ്റ് അവിടെ വെച്ചതാണ്. തിന്നാൻ ഒരുപാട് ലേറ്റാവും, രാത്രി 10 മണിയാവും. അതുകൊണ്ട് പിന്നെ നേരത്തെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മഗ്‌രിബ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കറിയിലേക്ക് കടമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ കൂടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മളെ കടമ്പ് തിളക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് ഞാൻ ഈ പണിയെടുക്കുന്ന സമയത്ത് എൻ്റെ ബാക്ക് സൈഡിൽ എല്ലാവരും ഉണ്ട്. ചറ പറ തന്നെ നേരത്തെ മുറിച്ച് വെച്ച ഫ്രൂട്ട്സൊക്കെ ഫുള്ളും ബാക്കിയാണ്. അപ്പോൾ എല്ലാവരും അത് തിന്നാൻ വേണ്ടിയിട്ട് ഇനി കച്ചൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ കുലുമാലൊക്കെയാണ്. പിന്നെ ഇതാ കച്ച് അനിയത്തി ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ടേബിൾമ കൊണ്ടുവച്ച് പിന്നെ ഒരറ്റാക്കാന്ന് ആ വത്തക്ക ലാസ്റ്റ് എന്നിട്ടും ബാക്കിയായി. ഇനി പൈനാപ്പിളാന്ന് ഇപ്പം എല്ലാവരും കൈയിട്ട് പിന്നെ തപ്പി നോക്കുന്നത്. പൈനാപ്പിൾ ഫസ്റ്റ് തീർന്ന്, പിന്നെ പപ്പായയും തീർന്ന്, പിന്നെ ഇതാ വത്തക്കയും മുന്തിരിയും പിന്നെ ബാക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഇറച്ചിക്കടമ്പൊക്കെ തിളച്ച് വന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ മന്തീൻ്റെ മസാലയിലേക്ക് ചോറൊക്കെ ഇട്ടിട്ട് അതിനെ ഒന്ന് സ്മോക്ക് ചെയ്യണമല്ലോ, അങ്ങനെ അതും കൂടി ഒന്ന് ചിക്കന് പിന്നെ ഉടഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് കോരി മാറ്റിനി. ഒരുപാട് ഉണ്ടാക്കുമ്പോൾ ചിക്കനൊക്കെ പൊടിഞ്ഞു പോകില്ല, അതുകൊണ്ടാണ് നല്ല അങ്ങനെ മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ട് നടുവിലൊന്ന് കനലും കോരി ഇട്ടിട്ടൊന്ന് സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിസ്കാരവും ത്രാവിയൊക്കെ കഴിഞ്ഞ് 10 മണിക്കാണ് എല്ലാവരും ഫുഡ് കഴിച്ച് എല്ലാവരും പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വിശേഷം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.